നമസ്കാരം. രാഹുൽ മാങ്കുട്ടത്തിൽ സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖം പങ്കുവച്ചുകൊണ്ട് ഫെനി നൈനാൻ രംഗത്ത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ നടന്ന പ്രചാരണങ്ങൾക്ക് മറുപടിയായിട്ടാണ് രാഹുലിന്റെ വാക്കുകളെന്ന് ഫെനി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നു. താൻ ആ കേസിൽ പ്രതി പോലുമല്ല, എന്നിട്ടും മാധ്യമങ്ങൾ തന്നെ ക്രൂശിച്ചുവെന്ന് ഫെനി പറയുന്നു. BJP കോട്ടയിൽ പോരാടിയ തന്നെ തോൽപ്പിക്കുവാൻ വ്യാജ വാർത്തകൾ ചമച്ചവർക്കും ഓഫീസ് പൂട്ടി നാട് വിട്ടുവെന്ന് പ്രചരിപ്പിച്ചവർക്കുമെതിരെ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. തന്നെ തകർക്കുവാൻ നോക്കിയവർക്ക് മുന്നിൽ തളരാതെ പോരാട്ടം തുടരുമെന്നുമാണ് ഫെനി നൈനാൻ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ തനിക്കെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ ആരോപണങ്ങളിലും മാധ്യമ വേട്ടയിലും മറുപടിയുമായിട്ടാണ് ഈ യുവ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നത്. താൻ പ്രതിയല്ലാത്ത കേസിൽ തന്നെ ക്രൂശിക്കുവാൻ ചിലർ ശ്രമിച്ചുവെന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫെനി തുറന്നടിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെ: 27 വയസ്സിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഞാൻ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുൻപിൽ വന്ന് പറഞ്ഞതല്ലേ, എനിക്ക് ആ കുട്ടിയെ അറിയില്ല, ഇങ്ങനെയൊരു സംഭവം എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്ന്. എന്നിട്ടും എന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിപ്പോയി എന്നും ഞാൻ നാട് വിട്ടുവെന്നും ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. കാലങ്ങളായി BJP ജയിക്കുന്ന വാർഡിൽ മത്സരിച്ച ഞാൻ തോറ്റപ്പോൾ ബലാത്സംഗ കേസിലെ കൂട്ടുപ്രതി ഫെനി നൈനാൻ തോറ്റുവെന്ന് പറഞ്ഞില്ലേ മാധ്യമങ്ങൾ? ഞാൻ ആ കേസിൽ പ്രതി പോലുമല്ല. അത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ വേട്ടയാടൽ കൊണ്ടൊന്നും പക്ഷെ തോൽക്കുവാനോ ഒളിച്ചോടുവാനോ തയ്യാറല്ല എന്നായിരുന്നു ആ കുറിപ്പ്. രാഹുലിന്റെ വാക്കുകൾ ഉയർത്തിക്കാട്ടി ഫെനി തന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ കൊഴുക്കുകയാണ്. നിമിഷങ്ങൾക്കകം വൈറലായ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഫെനിയെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും അദ്ദേഹത്തിന്റെ പോരാട്ടം നീതിക്ക് വേണ്ടിയാണെന്നും ഒരു വിഭാഗം വാദിക്കുമ്പോൾ, ഉയർന്നു വന്ന ആരോപണങ്ങളിൽ വ്യക്തത വേണമെന്ന ആവശ്യവുമായി മറുവിഭാഗവും കമന്റുകളിൽ സജീവമാണ്. സൈബർ ഇടങ്ങളിൽ വലിയ വാഗ്വാദങ്ങൾക്കാണ് ഈ പോസ്റ്റ് ഇപ്പോൾ വഴിതെളിച്ചത്. നമ്മുടെ ചെക്കൻ തകർത്തുവെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ എന്നും കുറിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫെനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കുന്ന കമന്റുകളും സജീവമാണ്. സംഘി സഖാക്കൾ അസ്വസ്ഥരാണ് എന്നും ചോക്കുമലയുടെ ഒരറ്റം അലിഞ്ഞപ്പോഴേക്കും മാധ്യമ മുതുമുത്തച്ഛന്മാർ ഉണരുമെന്നുമുള്ള കമന്റുകൾ രാഷ്ട്രീയ പോര് മുറുകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ കേവലം രാഷ്ട്രീയ പോരിനും അപ്പുറം പാർട്ടി നേതൃത്വത്തിനുമെതിരെയുള്ള വികാരപരമായ പ്രതികരണങ്ങളും ഈ പോസ്റ്റിനു താഴെ ഉയർന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ ഇതിൽ ശ്രദ്ധേയമാണ്. VD സതീശൻ രാഹുലിന്റെ ഭാഗം കേൾക്കാതെ നടപടിയെടുത്തത് സങ്കടകരമാണ്. എവിടെയാണ് ഇവിടെ സമത്വം? സതീശന്റെ തോഴി പറഞ്ഞത് മാത്രം കേട്ട് ബോധ്യത്തിന്റെ പുറത്ത് എങ്ങനെ നടപടിയെടുക്കും? സംഭവത്തിന്റെ 70% രാഹുൽ പറയുന്നത് തന്നെയാണ് സത്യം. നീതി നടപ്പായില്ല എന്ന തരത്തിലുള്ള കമന്റുകൾ കോൺഗ്രസിനുള്ളിലെ അതൃപ്തിയാണ് പുറത്തു കൊണ്ടുവരുന്നത്. പോസ്റ്റ് വന്ന് കേവലം 3 മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരും 10,000-ലേറെ ലൈക്കുകളും ഒക്കെയാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത്. ജനങ്ങൾക്ക് അയാളെ കേൾക്കണമായിരുന്നു. അവർ അത് കേട്ടു എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടണമെന്നും നിയമങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കണമെന്നും പറയുന്ന ഈ പോസ്റ്റ് ഇപ്പോൾ ഒരു വലിയ ഡിബേറ്റായി മാറിക്കഴിഞ്ഞു. പോസ്റ്റിന് താഴെ വരുന്ന പ്രധാന വിമർശനം ഫെനിയുടെയും രാഹുലിന്റെയും ഇതുവരെയുള്ള നിശബ്ദതയെക്കുറിച്ചാണ്. നിങ്ങളും രാഹുലും ചേർന്നാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയത്. നിങ്ങളുടെ സൈലൻസ് ആണ് മറ്റുള്ളവർ മുതലെടുത്തതെന്ന് അണികൾ തുറന്നടിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇരുവരും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു തുടങ്ങിയതോടെ മാധ്യമ നാരികളും അതിജീവിതകളും സ്പോൺസർമാരും മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു. ഇതൊരു വെറും കേസല്ല, മറിച്ചൊരു യുവ നേതാവിനെ തകർക്കുവാൻ ആസൂത്രണം ചെയ്ത ഹണി ട്രാപ്പ് ആണ് എന്ന സംശയമാണ് ഭൂരിഭാഗം പേരും ഉയർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പ്രധാന പ്രതികരണം ഇങ്ങനെയാണ്: ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കൂറുമാറുവാൻ 50 ലക്ഷം കൊടുക്കുന്ന കാലത്ത് ഒരു MLA ഇല്ലാതാക്കാൻ എത്ര വലിയ തുക ഒഴുക്കിയിട്ടുണ്ടാകും? സ്വയം റൂം ബുക്ക് ചെയ്യുന്നതും പണം പ്രതിഫലം വാങ്ങുന്നതും സമ്മാനങ്ങൾ കൈപ്പറ്റുന്നതുമാണോ ബലാത്സംഗം? ആരോപണം ഉന്നയിച്ച റിനിയാൻ ജോർജിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. അഭിനയിക്കാൻ ഇവരെ കഴിഞ്ഞ് ഈ കേരളത്തിൽ മറ്റാരുമില്ല എന്നും ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ച് കളിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും കമന്റുകൾ ആരോപിക്കുന്നു. ഭർത്താവിനെയും കുടുംബത്തെയും വഞ്ചിച്ച് ഒരു യുവ നേതാവിനെ കെണിയിൽ വീഴ്ത്തുവാൻ നടന്ന ആസൂത്രിത നീക്കമാണെന്നാണ് അണികൾ വാദിക്കുന്നത്. നേതൃത്വത്തിന്റെ മൗനത്തിലും നടപടികളിലും സങ്കടമുണ്ടെങ്കിലും രാഹുലിനോട് രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുവാനാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. കമ്മികളോടും സംഘികളോടും പോകുവാൻ പറയുക. ജാഗ്രതയോടെ മുന്നോട്ട് പോകുമെന്ന ആവശ്യകരമായ പിന്തുണയാണ് രാഹുലിന് ലഭിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിലെ അഭിമുഖം പുറത്തു വന്നതോടെ ഫെനി നൈനാന്റെ കമന്റ് ബോക്സിൽ പിന്തുണയുമായി അണികൾ ഇരച്ചെത്തുകയാണ്.
അന്നും ഇന്നും ഒരേ നിലപാട് മാത്രം. കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കും വരെ രാഹുലിനൊപ്പം തന്നെയെന്നാണ് ഓരോ പ്രവർത്തകരും ഉറപ്പിച്ചു പറയുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ സുഹൃത്തിനെ വേട്ടക്കാർക്ക് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന ഫെന്നി നൈനാന്റെ പോരാട്ട വീര്യത്തെയും സോഷ്യൽ മീഡിയ വാഴ്ത്തുന്നുണ്ട്. രാഹുലിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഫെനിക്കും ഐക്യദാർഢ്യമെന്ന നിലപാടിലാണ് അണികൾ. ചുരുക്കത്തിൽ നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുമ്പോഴും രാഹുലിനും ഫെനിക്കും ലഭിക്കുന്ന ജനപിന്തുണ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ ആദ്യമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. അഭിമുഖത്തിൽ താൻ സാമ്പത്തിക ചൂഷണം നൽകിയെന്ന 3ാമത്തെ പരാതിക്കാരിയുടെ ആരോപണവും രാഹുൽ തള്ളിയിരുന്നു. ഫ്ളാറ്റ് വാങ്ങിത്തരുവാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ചെരുപ്പ് വാങ്ങിത്തരുന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധം. മെസ്സേജുകൾ മുഴുവൻ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ പുറത്തുവിട്ട ചാറ്റിലെ 5 മെസ്സേജുകൾ മുകളിലേക്കും 5 മെസ്സേജുകൾ താഴേക്കും പുറത്തുവിടുവാൻ തയ്യാറുണ്ടോ എന്നാണ് രാഹുൽ ചോദിച്ചത്. രാഹുലിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ വിഷയത്തിൽ രാഹുലിന് നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും രംഗത്ത് വന്നു. പാലക്കാട് MLAയുടെ അഭിമുഖം എടുത്ത് ഹാഷ്മി വിമർശിച്ചുകൊണ്ടാണ് ലക്ഷ്മി പത്മ രംഗത്ത് വന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങളും സമാഹരിക്കാതെ പോയ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ബിഗ് ന്യൂസിലെ മാധ്യമ പ്രവർത്തക രംഗത്ത് വന്നത്. രാഹുലിന് പലപ്പോഴായി പരാതിക്കാരി പണം നൽകിയതിന്റെയും സൺസ്ക്രീൻ അയച്ചു നൽകിയതിന്റെയും രേഖകളൊക്കെയാണ് അവർ പുറത്തുവിട്ടത്. ഇക്കാര്യം കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ. 1. 3ാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ പേരിലേക്കാവുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. 2. അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെക്കുറിച്ച് മിണ്ടാത്തത്? 3. തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിലല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായി ഇരിക്കുന്ന ചാറ്റുകളെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? 4. പാലക്കാട്ടുകാരി അല്ലാത്ത 3ാം പരാതിക്കാരി എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കുവാൻ ചുമതലപ്പെടുത്തണം? 5. തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് 3ാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത്? കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് താഴെ. 6. പരാതിപ്പെട്ട 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യം. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിന് ആകുമായിരുന്നു. അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റു സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടും ഇതുവരെയും പരാതിപ്പെടാത്തവർ, അവയിലൊന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അതിജീവിതകൾ, പരാതിയുമായി എത്തിയവരും അല്ലാത്തവരും, സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി, അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെ ഒക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ശങ്ക തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുൻപ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നുവെന്നാണ് ആ പോസ്റ്റ്.